ശബരിമല സ്വർണ്ണത്തട്ടിപ്പിൽ മുരാരി ബാബുവിനെ ഇന്ന് അറസ്റ്റ് ചെയ്തു. SIT ഇന്നലെ രാത്രി പെരുന്നയിലുള്ള ചങ്ങനാശ്ശേരി പെരുന്നയിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി കസ്റ്റഡിയിലെടുത്തു. കസ്റ്റഡിയിലെടുക്കുമെന്ന് പ്രതീക്ഷിച്ച് തന്നെയായിരുന്നു മുരാരി ബാബു കുടുംബക്കാരും വീട്ടിലിരുന്നത്. ഏത് സമയം പോലീസ് വരും, പൊക്കിക്കൊണ്ട് പോകുമെന്നറിയാം. ഇന്നലെ രാത്രിയിൽ അദ്ദേഹത്തിനെ അവിടുന്ന് വിളിച്ചു കൊണ്ടുവന്നു. SITയുടെ തിരുവനന്തപുരത്തെ ഓഫീസിൽ അവിടെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്തു. അതിനുശേഷം കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതും കൂടുതൽ റിക്കവറിയൊക്കെ നടത്തേണ്ടതുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് റാന്നി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കൊണ്ടുപോകും. അവിടുന്ന് കസ്റ്റഡി ചോദിക്കും. 10-12 ദിവസമെങ്കിലും കസ്റ്റഡി വേണ്ടി വരും. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇനി എത്ര ദിവസം കസ്റ്റഡി ഉണ്ടോ അത്രയും ദിവസത്തേക്ക് തീർച്ചയായിട്ടും മുരാരി ബാബുവിനെ കസ്റ്റഡി കൊടുക്കും. മുരാരി ബാബുവിനെ കൃത്യമായിട്ട് ശബരിമലയിൽ എത്രമാത്രം സ്വർണം പൂശിയിട്ടുണ്ട്, സ്വർണം പൊതിഞ്ഞിട്ടുണ്ടെന്നറിയാം. 1998 വിജയം മല്യ എത്ര കിലോ സ്വർണം അവിടെ കൊണ്ടുവന്നു പൊതിഞ്ഞു എന്ന് കൃത്യമായിട്ട് അറിയാവുന്ന വ്യക്തിയാണ് മുരാരി ബാബു. 44 കിലോ 800 ഗ്രാമിൻ്റെ കണക്ക് ഞാൻ നേരത്തെ മുതൽ പറയുന്നുണ്ട്. അതിനകത്ത് അന്ന് പൂശിയ ശേഷം 38 കിലോ 500 ഗ്രാം പൂശിയിട്ട് ബാക്കി 6 കിലോ 300 ഗ്രാം. അതിനെപ്പറ്റി പോലീസിന് SITക്ക് അത് കണ്ടെത്തേണ്ടി വരും, അല്ലെങ്കിൽ അടുത്ത FIR കണ്ടെത്തേണ്ടി വരും. 38 കിലോ 500 ഗ്രാമിലെ 6 കിലോ 300 ഗ്രാം കഴിച്ച് ബാക്കി ആ സ്വർണം കട്ടിളപ്പടിയിലോ അല്ലെങ്കിൽ ദ്വാരപാലക ശില്പത്തിലോ ഉണ്ടോ എന്നറിയണം. അവിടെ പൂശിയിരിക്കുന്നത് 38 കിലോ 500 ഗ്രാം, അതവിടെ കാണണം. അതിന് കാലാകാലങ്ങളിൽ അത് പൂശി കുറേശ്ശെ അവിടുത്തെ സ്വർണം അടിച്ചു മാറ്റി പല ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും അവിടുത്തെ അംഗങ്ങളുമായിരുന്നു. അതുകൊണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴേ മുരാരി ബാബു ഇപ്പം കൊടുത്തുവിട്ട ദ്വാരപാലക ശില്പവും അതുപോലെ കട്ടളപ്പടിയും അതിനകത്ത് എത്രത്തോളം സ്വർണം മോഷ്ടിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ അറിയേണ്ടത്. തീർച്ചയായിട്ടും അത് ഇവിടുന്ന് കൊണ്ടുപോയത് ബാംഗ്ലൂർക്കാണ്. അനന്തസുബ്രഹ്മണ്യം എന്നൊരാളാണ് അത് കൊണ്ടുപോയെന്ന് പറയുന്നുണ്ട്. അയാളെ കസ്റ്റഡി എടുക്കേണ്ടിയിരിക്കുന്നു. ബാംഗ്ലൂരിൽ കൊണ്ടുപോയിട്ട് അയാൾ അവിടെ നിന്ന് അത് ഹൈദരാബാദിൽ നാഗേഷ് എന്നൊരാളെ ഏൽപ്പിച്ചു എന്നാണ് പറയുന്നത്. ഏതായാലും അനന്തസുബ്രഹ്മണ്യത്തിനെ കസ്റ്റഡി എടുത്തിട്ട് വേണം നാഗേഷിൻ്റെ അടുത്ത് പോകാൻ. നാഗേഷ് ഇതിനകത്ത് എത്ര ഊറ്റിയെടുത്തു അത് കണ്ടെത്തണം. അത് പോലീസ് റിക്കവർ ചെയ്യണം. ഇനി സ്വല്പം കടുത്ത പണി തന്നെയാണ് പോലീസിന്. അനന്തസുബ്രഹ്മണ്യം ഈ ദ്വാരപാലക ശില്പം ഹൈദരാബാദിൽ കൊണ്ടുപോയി കൊടുത്ത നാഗേഷിനാണെങ്കിൽ നാഗേഷ് എന്ത് ചെയ്തു, അതിൽ നിന്ന് എത്രത്തോളം ഊറ്റിയെടുത്തു അത് റിക്കവർ ചെയ്യണം. ദ്വാരപാലക ശില്പം ഹൈദരാബാദിൽ കൊണ്ടുപോയി സ്വർണം ഊറ്റിയെടുക്കെങ്കിലും കട്ടിളപ്പടി പോയത് ചെന്നൈക്കാണ്. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷനിൽ അവിടെ എത്രത്തോളം ഊറ്റിയെടുത്തു, അല്ലെങ്കിൽ അവിടെ എത്രത്തോളം ഇതിൽ പതിപ്പിച്ചു ബാക്കി സ്വർണ്ണയുടെ, അവിടെ അവർ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കൂലിയായിട്ട് അവിടുത്തെ ജോലി ചെയ്തതിന് പൈസ തന്നില്ല, അതിന് പകരം 150 ഗ്രാം സ്വർണം ഇതിൽ നിന്ന് അവരെടുത്തു. ആ എടുത്ത സ്വർണത്തിലെ കുറച്ച് മിച്ചം വന്നിട്ടുണ്ട്, അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിച്ചു എന്നാണ് അവരുടെ കഥ. അതുകൊണ്ട് ഇനി അനന്തസുബ്രഹ്മണ്യത്തിന് അടിയന്തരമായിട്ട് കസ്റ്റഡി എടുക്കേണ്ടി വരും. നാഗേഷിനെ കസ്റ്റഡി എടുക്കേണ്ടി വരും. നാഗേഷിനെ അതിൻ്റെ ഒപ്പം അവിടെ മറ്റാരെങ്കിലും ആ പണിക്ക് കൂട്ടുനിന്നോ എന്നുള്ള കാര്യം കൂടെ അറിയണം. അവിടെ വേറെ കഥാപാത്രങ്ങളുണ്ടെന്നും അറിയണം. എങ്കിലും ബാംഗ്ലൂരും ഹൈദരാബാദിലും അവിടെ വശത്താക്കിയ സ്വർണം ഈ ദ്വാരപാല ശില്പത്തിൽ നിന്ന് എത്ര ഗ്രാം സ്വർണം എടുത്തു, അല്ലെങ്കിൽ ഈ എത്ര പവനെടുത്തു, അത് റിക്കവർ ചെയ്യണം. ദ്വാരപാലക ശില്പത്തിൽ പൊതിഞ്ഞ ചെമ്പ് എവിടെ പോയി? ആ ചെമ്പ് അത് രാസപ്രയോഗത്തിൽ ആ ചെമ്പിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ടാവും, ഷേപ്പ് കുറഞ്ഞിട്ടുണ്ടാവും,
അത് വേറൊരു രൂപം പ്രാപിച്ചിട്ടുണ്ടാവും. അത് തൊണ്ടിയായിട്ട് കസ്റ്റഡി എടുത്തേ പറ്റുള്ളൂ. അത് അവർ നശിപ്പിച്ചോ ഇല്ലെന്നറിയില്ല, അത് വേണ്ടി വരും. അവിടെ എടുത്ത സ്വർണം അത്ര റിക്കവർ ചെയ്യണം. അതുപോലെ ചെന്നൈയിൽ എത്രമാത്രം സ്വർണം എടുത്തു അത് റിക്കവർ ചെയ്യണം. ചെന്നൈയിൽ കൂലിയായിട്ട് കൊണ്ടുപോയ 150 ഗ്രാം സ്വർണവും അവിടുന്ന് പോലീസിന് കണ്ടെടുക്കേണ്ടി വരും. ഇത്തരമാണ് അടിയന്തരമായിട്ട് ഇപ്പം ചെയ്യേണ്ടത്. അടുത്ത അറസ്റ്റ് ബാംഗ്ലൂരിലെ അനന്തസുബ്രഹ്മണ്യവും അതുപോലെ തന്നെ നാഗേഷും ഹൈദരാബാദിലെയും. ചെന്നൈയിലെ ആരാണ് കഥാപാത്രം എന്നറിയണം. അതോടെ വർക്ക് ചെയ്ത ആര്, അവിടുത്തെ സ്വർണം ആരെങ്കിലും കസ്റ്റഡി വെച്ചിട്ടുണ്ടോ. 150 ഗ്രാം എന്തായാലും അതിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം കൂലിയായിട്ട് പൈസ തന്നില്ല, അതുകൊണ്ട് സ്വർണം 150 ഗ്രാം അവരെടുത്തു എന്നാണ് പറയുന്നത്. മിച്ചമുണ്ടായിരുന്ന സ്വർണം കൊടുത്തു എന്ന്. കാലാകാലങ്ങളിൽ 44 കിലോ സ്വർണം പൂശിയതും പൊതിഞ്ഞതും ക്ഷയിച്ച് 2019 എത്രത്തോളം എടുത്തു എന്നുള്ളതാണ് അറിയേണ്ടത്. ആ എടുത്ത സാധനങ്ങൾ പോലീസ് റിക്കവർ ചെയ്യേണ്ടി വരും. കാരണം ഇപ്പം കൊണ്ടുപോയ ദ്വാരപാലക ശില്പത്തിൽ നിന്ന്, ഇപ്പം കൊണ്ടുപോയ കട്ടിലപ്പടിയിൽ നിന്ന് എത്രത്തോളം സ്വർണം ഊറ്റി അത്രയും സ്വർണം SIT റിക്കവർ ചെയ്യണം. എന്നിട്ട് കോടതിയിൽ അത് ബോധ്യപ്പെടുത്തണം. ആ കട്ടിലപ്പടിയിലെ ഒറിജിനൽ ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവണം. അതിന് പകരം അവർ തടിയിൽ തീർത്ത് അത് ചെമ്പ് കൊണ്ട് പൊതിഞ്ഞ് അതിൻ്റെ പുറത്താണ് സ്വർണം പൂശിയിരിക്കുന്നത്. അടിയന്തരമായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യണം. ഇതിനകത്ത് സുധീഷ് കുമാർ എന്ന് പറഞ്ഞ ആൾ ദേവസ്വം ബോർഡിലുണ്ട്. അയാൾക്കും ഇയാളോടൊപ്പം മുരാരി ബാലനോടൊപ്പം ഉത്തരവാദിത്തമുള്ള ആളാണ്. അയാളെയും അറസ്റ്റ് ഈ കൂടെ നടത്തേണ്ടി വരും. കുറച്ചുകൂടെ ക്ലാരിറ്റി 2-3 പേരെ അറസ്റ്റ് ചെയ്യുമ്പം സ്വർണത്തിനെ പറ്റിയും തിരിച്ചു വന്ന സ്വർണത്തെ പറ്റിയും ക്ലാരിറ്റി വേണം. ഈ സ്വർണ്ണപ്പണിക്ക് അത് പൂശുന്നതിനും മറ്റും ദേവസ്വം ബോർഡിന് പൈസ ചിലവായിട്ടുണ്ടോ, അത് എത്ര കോടി രൂപ. ഈ സ്വർണം അടിച്ചു മാറ്റിയത് മാത്രമല്ല, അതിൻ്റെ പണിക്കൂലിയായിട്ടും യാത്രയ്ക്കായിട്ടും അവിടുത്തെ സ്റ്റാഫ് പോയതിനും മറ്റും മറിച്ചതുമായിട്ട് എത്ര കോടി രൂപ അനാമത്തായി ദേവസ്വം ബോർഡിന് ചിലവായി എന്നറിയണം. ആ പണം ഏത് അക്കൗണ്ടിൽ നിന്ന് കൊടുത്തു, ഈ വിവരങ്ങളൊക്കെ മിനിറ്റ്സ് ബുക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ടോ, മിനിറ്റ്സ് ബുക്ക് റിക്കവർ ചെയ്യണം. അത് മുരാരി ബാബുവിൻ്റെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്യേണ്ടി വരും. കാരണം അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ്റെ ചാർജ് ഇദ്ദേഹത്തിനാണ്. അപ്പോൾ അദ്ദേഹം തന്നെയാണ് എല്ലാ ഡയറക്ഷനും കൊടുത്തത്. അദ്ദേഹം തന്നെയാണ് 2019 മുതലുള്ള എല്ലാ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെയും അതുപോലെ തന്നെ മെമ്പർമാരെയും ദേവസ്വം ബോർഡ് മന്ത്രിമാരെയും വഴി ചുറ്റിച്ചതും അവർക്ക് വേണ്ടതായ ഒത്താശകൾ ചെയ്തു കൊടുത്ത് ഇതിൻ്റെ വീതം കൊടുത്തോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് SIT ഇപ്പോൾ അന്വേഷിക്കുന്നത്. ഇയാളുടെ അറസ്റ്റിന് ശേഷം അടിയന്തരമായി അറസ്റ്റ് ചെയ്യേണ്ടത് അവിടുത്തെ അഡ്മിനിസ്ട്രേഷനിലുള്ള സുധീഷ് കുമാർ, അതോടൊപ്പം തന്നെ ഈ 2 പേരെയും മുൻനിർത്തിക്കൊണ്ട് ബാംഗ്ലൂരിലെയും അതുപോലെ ഹൈദരാബാദിലെയും ചെന്നൈയിലെയും നഷ്ടപ്പെട്ട സ്വർണം തൊണ്ടിയായിട്ട് വീണ്ടെടുക്കേണ്ടി വരും. അവിടെ വെച്ച് ഇതിൻ്റെ ഒറിജിനലായിട്ടുള്ള കട്ടലപ്പടി അല്ലെങ്കിൽ അത് നിലമ്പൂർ തേക്കാണ്, അത് എവിടെ പോയി. അതോടൊപ്പം തന്നെ ദാരുശില്പങ്ങളിൽ പൂശിയ മൗൾഡ് അല്ലെങ്കിൽ അതിനെ പൂശിയ ഓരോരോ അവയവങ്ങളിലുള്ള ആ ചെമ്പിൻ്റെ നിർമ്മിതി അതെവിടെ പോയി. അത് തീർച്ചയായിട്ടും രൂപമാറ്റം വന്നിട്ടുണ്ടാവും. കാരണം അത് മെൽറ്റ് ചെയ്തിട്ടുണ്ടാവും, അതിൻ്റെ രൂപം മാറി. അതിന് പകരം ചെമ്പിൽ പുതിയതായിട്ട് നിർമ്മിച്ചതായിരിക്കണം ഇപ്പം ശബരിമലയിൽ അവിടെ കൊണ്ടുപോയി പൊതിഞ്ഞത് നമ്മൾ കണ്ടു. എന്തായാലും ഇയാളെ കസ്റ്റഡി വാങ്ങിച്ചതിന് ശേഷം മറ്റ് അറസ്റ്റുകൾ നടക്കും എന്നാണ് ഞാൻ കരുതുന്നത്.